പിടിക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഹലോ ഗൈസ്, ഡെങ്കിപ്പനി ഇന്ന് ജില്ലാ DMO അടക്കം ചില വാർഡുകളിൽ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാല് ഇതിന്റെ എല്ലാം കണ്ടെയ്നറിനുള്ളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള കൊതുകിന്റെ ലാർവകൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പം ഒന്ന് നിസ്സാരം ഞാൻ പറയാം, നമ്മൾ മോട്ടറിന്റെ ടാങ്കിലേക്ക് വെള്ളം വീഴുമ്പോൾ ഇതിന്റെ തിരിയാൻ വേണ്ടി നമ്മൾ എന്താണ് ആ വെള്ളം വീഴുന്നിടത്ത് കൊണ്ട് ഒരു ബക്കറ്റ് മുറ്റത്ത് വെക്കും അല്ലെ? അപ്പൊ ഇതേ വീഴുമ്പോൾ നമുക്ക് തിരിയും, ആ വെള്ളം പോകും. ആ വെള്ളത്തിൽ പോലും ആ വെള്ളം എന്താണ് നമ്മൾ മാറ്റുന്നില്ല അല്ലെ? മാസങ്ങളോളം ആ വെള്ളം അവിടെ ഇരിക്കുകയാണ്. ആ വെള്ളത്തിൽ കൂടിയും എന്താണ് നമ്മൾ കൊതുക് ഉണ്ടാവും, അതിൽ ലാർവ ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് നിന്ന് തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നെ എന്താണ്, നമ്മൾ വലിയ വീടൊക്കെയാണ് 4ഉം 5ഉം ടോയ്ലറ്റ് ഉണ്ടാവും. വീട്ടിൽ 2 ആളെ ഉണ്ടാവുള്ളൂ, ഉപയോഗിക്കുന്നത് 2 എണ്ണം. ബാക്കിയുള്ളത് വെള്ളം അനങ്ങുന്നില്ലല്ലോ. വെള്ളം അനങ്ങിയില്ലെങ്കിലും എന്താണ് കൊതുക് ഉണ്ടാവും അല്ലെ? അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡെങ്കിപ്പനി പടരാനുള്ള സാധ്യത. അപ്പൊ നമ്മളെല്ലാവരും ജാഗ്രതയോടുകൂടി വീടും പരിസരവും എല്ലാ ആഴ്ചയിലും വീടും പരിസരവും ശുചീകരണത്തിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്താണ് ഇതിനൊരു പിന്നെ നമ്മൾ എന്താ പറയാ, ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ പറയും ഫോഗിങ് നടത്തിക്കുമെന്ന് പറയും അല്ലെ? ഫോഗിങ് ഒരു പരിഹാര മാർഗമേ അല്ല. ഫോഗിങ് നമുക്കിത് പെരുകി കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഫോഗിങ്ങിന് നടത്തിയാലുണ്ടാകുന്ന പ്രശ്നം എന്താണ്? അതിനുപയോഗിക്കുന്ന കീടനാശിനി നമ്മുടെ മറ്റ് രോഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും അല്ലെ? സംസ്ഥാനത്ത് നമ്മളിപ്പോൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ടാണ് കാർബൺ ന്യൂട്രാലിറ്റിയുമായിട്ട് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. നമ്മൾ പറയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു 5-8 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഭൂമി ആയിരിക്കില്ല, അന്തരീക്ഷം ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ മുൻകരുതലുള്ള രീതിയിൽ ഓരോ പഞ്ചായത്തും ഇപ്പൊ തന്നെ മുന്നേ തുടങ്ങിയ ഏതാണ്ട് 5 വർഷം മുന്നേ തുടങ്ങിയ നമുക്കറിയാം, വയനാട് ജില്ലയിലെ മീനങ്ങാടി പഞ്ചായത്ത് കാർബൺ ന്യൂട്രൽ പഞ്ചായത്താണ്. അവിടെ നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്, മാതൃകാപരമായ ഒരുപാട് പ്രവർത്തനങ്ങൾ. അതാണ് നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിലേക്കും പഞ്ചായത്തുകളിലേക്കൊക്കെ മാറിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ തന്നെ കുറുമാത്തൂർ പഞ്ചായത്ത്, ഉദയഗിരി പഞ്ചായത്തൊക്കെ കാർബൺ ന്യൂട്രൽ പ്രവർത്തനം കഴിഞ്ഞ വർഷം മുതലേ ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു പിടി മുന്നിലാണ്. നമ്മുടെ പഞ്ചായത്തിലുള്ള കുട്ടികളാവുമ്പോൾ ഈ വാർഡിലുള്ള കുട്ടികളാവുമ്പോൾ അവർക്ക് അവരുടെ വാർഡിനെ പറ്റി അറിയാം, സ്ഥലങ്ങളെ പറ്റി അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പഠിച്ചു വരുമ്പോൾ അവർക്ക് സാമൂഹ്യ പ്രവർത്തനം നടത്തി എന്നുള്ള സർട്ടിഫിക്കറ്റുകൾ ഇപ്പം ഏതിനു വേണം? പഞ്ചായത്തുകൾക്ക് ഓരോ മേഖലകളിലേക്ക് പോകുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സാക്ഷ്യപത്രം വേണം. പലരും ഒരു സാമൂഹ്യ പ്രവർത്തനം നടത്താണ്ടായിരിക്കും വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവർക്ക് ഒരു സർട്ടിഫിക്കറ്റും കൂടി വിതരണം ചെയ്യാൻ സാധിക്കും. ഈ സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ചു വെച്ചാലും അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വരുമ്പോൾ ഈ സർട്ടിഫിക്കറ്റ് എടുത്തിട്ട് വന്നാൽ മതി. അപ്പോൾ അവര് സാമൂഹ്യ പ്രവർത്തനം നടത്തിയവരാണ് എന്നറിയാം. അങ്ങനെ ആ പ്രവർത്തനവും നമുക്ക് നല്ല രീതിയിൽ കാർബൺ ന്യൂട്രൽ പഞ്ചായത്തിന്റെ പ്രവർത്തനം നടത്താൻ സാധിക്കണം. ഏതാണ്ട് ഒരു ജൂലൈ മാസം 15 കൂടി നമുക്ക് വാർഡിലെ സർവേ പ്രവർത്തനം നടത്തി നമുക്ക് ജൂലൈ 30 കൂടി അത് പൂർത്തീകരിച്ച് ആഗസ്റ്റ് മാസം ആവുമ്പോഴത്തേക്കും അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്കും കൂടി പോയാൽ നമുക്ക് കാർബൺ ന്യൂട്രൽ എഫിഷ്യൻസി എങ്ങനെ കുറയ്ക്കാം എന്നുള്ള ആ ഒരു എന്താണ് കാർബണിന്റെ വർധനവിന് കാരണമായ ഉള്ളത് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ അതിന്റെ കുറവ് വരുത്താൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം നടത്തുമ്പോൾ, സർവേ പ്രവർത്തനം ഉൾപ്പെടെ നടത്തുമ്പോൾ മനസ്സിലാകും എന്നാണ് സൂചിപ്പിക്കാനുള്ള വിശദീകരണം ടി രാജമാഷ് നടത്തും. 23-24 വാർഷിക പദ്ധതി ഗുണഭോക്തൃ പട്ടിക കുറച്ച് പേരെ അംഗീകരിക്കാനുണ്ടായിരുന്നു ഈ വാർഡിലുള്ള. കഴിഞ്ഞ വർഷത്തെ പദ്ധതിയാണ്. അതോടൊപ്പം അത് വാർഡ് മെമ്പർ വായിക്കും. വിവിധ ക്ഷേമ പെൻഷൻ ഗുണഭോക്തൃ പട്ടിക അംഗീകരിക്കാറുണ്ട്, അതും വാർഡ് മെമ്പർ വായിക്കും. പഞ്ചായത്തിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം നമുക്കറിയാം. കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ ദുരിതാശ്വാസ നിധിയിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നമുക്ക് ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടോ അതുപോലെ തന്നെ കല്യാണം ഇതൊക്കെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന തുക ദുരിതാശ്വാസ നിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മാരക രോഗങ്ങൾ വന്നവർക്ക് ഒരു ചെറിയ തുക കൊടുക്കുന്നതാണ്. അത് നമ്മുടെ ഗുണഭോക്താക്കളെ അംഗീകരിക്കേണ്ടതുണ്ട്. 23-24 വർഷത്തെ വരവ് ചെലവ് കണക്ക് അംഗീകരിക്കുന്നതാണ് അടുത്ത അജണ്ട. 23-24 വാർഷിക ധനകാര്യ പത്രിക മുൻപാക്കി 2,70,94,222 രൂപ, വരവ് 6,29,18,901 രൂപ, ഒട്ടാകെ 9,13,123 രൂപയാണ്. ചെലവ് 6,18,99,749 രൂപ, പിൻബാക്കി 2,81,13,374 രൂപ.
വിമുക്തിയുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ എക്സൈസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ലഹരി വസ്തുക്കൾ എന്താ പറയുക, സുലഭമായി കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഉൾപ്പെടുന്ന നമുക്കറിയാം സ്ത്രീകൾ വരെ ഈ വിൽപ്പനയുടെ ആളായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതി നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുട്ടികളെ ഇത് വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. സ്കൂളിൽ പോയാൽ കുട്ടികൾ അങ്ങനെ വിവിധങ്ങളായ എല്ലാവരും വായനശാല വിചാരിച്ചാൽ നമുക്ക് എന്താണ് ഒരു കൂട്ടയോട്ടം നടത്താൻ സാധിക്കും, ഒരു സംവാദം സംഘടിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ പങ്കെടുക്കുന്നവരും അല്ലെ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാടകങ്ങളുണ്ടല്ലേ, ലഹരിയുമായി ബന്ധപ്പെട്ട് അത് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള വിവിധങ്ങളായ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് എന്താണ് പറയുക, ലഹരി ഉപയോഗിക്കാത്ത ഒരു വാർഡ് അല്ലെ, ലഹരിക്ക് നമ്മൾ എന്താ പറയുക പുറത്തേക്ക് എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമാണ് നമ്മുടെ പഞ്ചായത്ത് എന്താണ്, നമ്മുടെ പഞ്ചായത്തിൽ നമുക്ക് പറയാം ഇതിനൊന്നും അഡിക്റ്റായ ആൾക്കാരില്ല. ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശക്തമായ പ്രവർത്തനമാണ് കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. ഒന്നും പേപ്പറിലും കടലാസിലുമായി പോകരുത് എന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ വിമുക്തി കർമ്മങ്ങൾ കൃഷിക്കൂട്ടമാണ്. കൃഷിക്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം ജൈവ കൃഷി, സംസ്ഥാന ഗവൺമെന്റ് ജൈവ കൃഷിക്ക് വലിയ രീതിയിലുള്ള പ്രോത്സാഹനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജില്ലയിലെ 2 പഞ്ചായത്തുകളെയാണ് ജൈവ കൃഷി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി ഏറ്റെടുത്തിട്ടുള്ള പഞ്ചായത്ത്, മങ്ങാട്ടുകുളം പഞ്ചായത്തും കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ജൈവ കൃഷി നടത്തുന്നതിന് വേണ്ടി നമുക്കറിയാം JLG ഗ്രൂപ്പുകളുണ്ട്. പാടശേഖര ഇലക്ഷൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കഴിഞ്ഞ് റിവിഷൻ അടുത്ത ആഴ്ചയോടുകൂടി റിവിഷൻ പൂർത്തീകരിച്ചാൽ മാത്രമാണ് ഗുണഭോക്താക്കളുടെ പേര് അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് നമുക്ക് ഗ്രാമസഭ നടത്താൻ സാധിക്കുക. ഒരു വർഷത്തിൽ നമുക്കറിയാം 4 ഗ്രാമസഭയാണ് നടത്തുന്നത്. ഇലക്ഷൻ കാരണം നമ്മൾ ആ ഗ്രാമസഭ വൈകി പോകുന്നതുകൊണ്ടാണ് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞപാട് ഈ ഒരു ഗ്രാമസഭ തീരുമാനിച്ച് നടപ്പാക്കുന്നത്. അതോടൊപ്പം തന്നെ ജലജീവൻ പദ്ധതികളും നമുക്കറിയാം കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ 2 വില്ലേജുകളിലായിട്ടാണ് ജലജീവൻ പദ്ധതി നടന്നുകൊണ്ടിരുന്നത്. കുറ്റ്യാട്ടൂർ വില്ലേജ്, മാണിയൂർ വില്ലേജ് എന്നുള്ള രീതിയിൽ. കുറ്റ്യാട്ടൂർ വില്ലേജ് നമുക്കറിയാം കഴിഞ്ഞ വർഷം പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. മാണിയൂർ വില്ലേജിൽ സൂര്യ കമ്പനി ടെൻഡർ എടുത്ത് അവരുടെ വർക്ക് വൈകിയതിന്റെ ഭാഗമായിട്ട് ഏതാണ്ട് പൂർത്തീകരിച്ചു. ഇപ്പൊ നമ്മുടെ രണ്ടാം ഘട്ട ടെൻഡർ 3500ഓളം ആളുകൾക്ക് പൈപ്പ് കണക്ഷൻ കൊടുക്കേണ്ട ടെൻഡർ എടുത്തു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ നമുക്കറിയാം ആ ടെൻഡർ എടുത്തു കഴിഞ്ഞ വർക്കുകൾ നമ്മൾ വാർഡിലേക്ക് തുടങ്ങാൻ മഴയായതുകൊണ്ടാണ് കുറച്ചും കൂടി വാർഡിൽ റോഡൊക്കെ പണി തുടങ്ങുമ്പോൾ നമുക്കറിയാം വെള്ളം ഒഴുകിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏതാണ്ട് വർക്കുകൾ ഏതാണ്ട് മഴ നിൽക്കുന്നതിനനുസരിച്ച് ഇപ്പൊ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. മഴയോട് എന്താണ് മഴ കുറവുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തന്നെ ഏതാണ്ട് 2400ഓളം ആളുകളാണ് ഇപ്പം നമുക്ക് വാർഡ് മെമ്പർമാരും മുഖേന വേണ്ടവരാരെല്ലാം ആണ് എന്ന് ചോദിച്ചപ്പോൾ ലിസ്റ്റ് കിട്ടിയിരിക്കുന്നത്. ആരെങ്കിലും വേണ്ടവരുണ്ട്, വാർഡ് മെമ്പറുമായി ബന്ധപ്പെട്ടിട്ട് കൊടുക്കാനുള്ളവരുണ്ടെങ്കിൽ കൊടുക്കണം. ആരുടെയെങ്കിലും പറമ്പത്ത് കൂടിയാണ് പോകുന്നതെങ്കിൽ അവരുടെ സമ്മതപത്രം വാങ്ങേണ്ടത് ആ പൈപ്പ് കണക്ഷൻ ആവശ്യമുള്ള ഉടമ തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ റോഡുകളൊക്കെ പൊട്ടിയതും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് കേരള വാട്ടർ അതോറിറ്റിക്ക് മുഖേനയാണ് ചെയ്യുന്നത്. വാട്ടർ അതോറിറ്റിയാണ് അതിൻ്റെ ടെൻഡറും മറ്റു കാര്യങ്ങളും ചെയ്യുന്നത്, പഞ്ചായത്തല്ല. അപ്പം അത് വർക്കുകൾ എടുത്ത കണക്കിന് അവരതിൻ്റെ കണക്ക് എടുത്തുകൊണ്ട് PWD റോഡുകളുടെ ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട്. മറ്റു റോഡുകളുടെ ടെൻഡർ നടക്കുന്നതിനനുസരിച്ച് അവർ തന്നെ കേരള വാട്ടർ അതോറിറ്റി തന്നെയാണ് ആ പൊട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്നും കൂടിയാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ നമ്മുടെ ജലജീവന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് എത്രയും പെട്ടെന്ന് പരമാവധി വീടുകളിലും കൊടുത്ത് ഈ വർഷത്തോടു കൂടി നമ്മൾ 25 ആകുമ്പോഴത്തേക്കും പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ടെൻഡർ എടുത്ത കോൺട്രാക്ടർമാരുടെ വർക്ക് നല്ല രീതിയിൽ നടക്കും എന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വേറെ കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വാർഡ് മെമ്പർ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും നോട്ട് ചെയ്യും. എല്ലാവരെയും കുറ്റ്യാട്ടൂർ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. പെൻഷന്റെ മസ്റ്ററിങ് നമുക്കറിയാം വർഷം തോറും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് വേണ്ടി മസ്റ്ററിങ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടത്താറുണ്ട്. പല ആളുകളും മരണപ്പെട്ടു പോയാൽ അറിയുന്നില്ലാത്തതിന്റെ ഭാഗമായിട്ട് അക്കൗണ്ടിലേക്ക് പൈസ പോകുന്നതും മറ്റും വിഷയങ്ങൾ നേരിടുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ എല്ലാവരും 2023 വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ 25/6/2024 മുതൽ
24/8/2024 വരെയുള്ള കാലയളവിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. 25/6 തുടങ്ങും, 24/8 നിങ്ങൾക്കറിയാം ആഗസ്റ്റ് മാസം വരെ ആണുള്ളത്. ഇവിടെ വന്നിരിക്കുന്നവരോടും പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന മറ്റു ഗുണഭോക്താക്കളോടും കുടുംബശ്രീക്കാരിവിടെ ഉണ്ടെങ്കിൽ കുടുംബശ്രീയിലും മറ്റും ഇത് പ്രചരിപ്പിക്കണം എന്നാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. 25/6 മുതൽ തുടങ്ങാം. അക്ഷയയിലാണ് പോകേണ്ടത്. 24/8/2024 വരെയാണ് മസ്റ്ററിംഗ് കാലാവധി. മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് പിന്നെ പെൻഷൻ കിട്ടുകയില്ല. അതുകൊണ്ട് കിടപ്പിലായവരെ നേരിട്ട് വന്ന് ചെയ്യും. കിടപ്പിലായവരുടെ ലിസ്റ്റ് ആശാ വർക്കർ മുഖേനയോ അല്ലെ വാർഡ് മെമ്പർമാരുടെ കയ്യിൽ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ബാക്കി പോകാൻ പറ്റുന്നവരെല്ലാവരും പോയിട്ട് തന്നെ മസ്റ്ററിംഗ് ചെയ്ത് പെൻഷൻ നഷ്ടപ്പെട്ടു പോയാൽ വാർഡ് മെമ്പറെയോ അല്ലെ പഞ്ചായത്തിനോ വിളിച്ചിട്ട് കാര്യമില്ല. നമ്മൾ അതുകൊണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിനുള്ള മസ്റ്ററിംഗ് ആണ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ വാർഡിലേക്ക് വിവരം കൊടുക്കണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഗുണഭോക്താക്കളുടെ പേര് വിവരങ്ങൾ വാർഡ് മെമ്പർ ഇവിടെ വായിക്കും. ഗുണഭോക്താക്കളുടെ ലിസ്റ്റാണ് വായിക്കുന്നത്. പശുക്കൾക്ക് ലാഡു ലവണം മിശ്രിതം ഭാർഗവിക്കയും ദാക്ഷായണി NVന്റെയാണ്. കുറ്റ്യാട്ടൂർ പഞ്ചായത്ത്. പിന്നെ അഡീഷണൽ ലിസ്റ്റിൽ കോഴിയോട്ടുപിള്ള 2ാം വാർഡ് മാവുകളിൽ നിന്ന് മാംഗോ കനി ഉൽപാദനം ചെറുകിട മാംഗോ കനി മെമ്പർ മിനിയാണ് സംസാരിക്കുന്നത്. ശിവരാമൻ കെ. അഡീഷണൽ ഗുണഭോക്തൃ ലിസ്റ്റ് സമഗ്ര നെൽകൃഷി വികസനം കുമാർ എസ് കുഞ്ഞമ്പൂട്ടി. അത് കൊടുത്തിട്ടില്ല. എന്താ തന്നെ ഞാൻ ചെയ്യുക പറയാനുണ്ട്. വീഡിയോ എടുക്കുന്ന ആളുണ്ട്. അതുകൊണ്ട് അത് വേറെ തന്നെ ഒരു പാത്രം പൊട്ടിത്തെറിക്കുന്നതായിട്ടെന്നാ പറഞ്ഞു. വേറെ തന്നെ സ്റ്റഡീസിന്റെ പിന്നെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ ജില്ലയിൽ ഒരു പുതിയ പദ്ധതി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കൂർ ബ്ലോക്കിന്റെ വകയായിട്ട് കുറ്റ്യാട്ടൂർ പഞ്ചായത്ത്, മെയ്യിൽ പഞ്ചായത്ത്, മലപ്പട്ടം പഞ്ചായത്ത്, അങ്ങനെ എല്ലാ ഇരിക്കൂർ ബ്ലോക്കിന്റെ വകയായിട്ടുള്ള എല്ലാ പഞ്ചായത്തിലും ഈ പദ്ധതി വന്നിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പകുതി പേരെടുത്ത് സ്കൂട്ടി കിട്ടുന്നുണ്ട്, തയ്യൽ മെഷീൻ കിട്ടുന്നുണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ആ പദ്ധതിയാണ് ഇത്. ആ പദ്ധതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെല്ലാം തുടങ്ങിയിട്ടുണ്ട്. അതിന് ഫസ്റ്റ് ഇതിലൊരു അംഗത്വം നേടാൻ വേണ്ടേ സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് സൊസൈറ്റിയിൽ ഒരു അംഗത്വം നേടുക. നിങ്ങളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഒരു ആധാറിന്റെ കോപ്പി വെച്ചിട്ട് ഒരു 320 വെച്ചിട്ട് നിങ്ങൾ ഇതിലൊരു അംഗത്വം നേടിയാൽ നിങ്ങൾക്ക് ഏത് പ്രൊജക്ട് വന്നാലും 50% അളവോടുകൂടി അത് കിട്ടും. നമുക്കിപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതി പിന്നെ ലാപ്ടോപ്പ് ആയിരുന്നു. 40,000 ലാപ്ടോപ്പ് സ്കൂൾ കുട്ടികൾക്ക് PG +2 മുതൽ അങ്ങോട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് 40,000 ലാപ്ടോപ്പ് 20,000 നമ്മൾ ലഭ്യമാക്കി. ഒരു കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ നമുക്ക് ആദ്യമായി തുടങ്ങുന്ന പ്രവർത്തനമായതുകൊണ്ട് നമുക്ക് 7 പേരെ കിട്ടിയിട്ടുള്ളൂ. അവർക്ക് വിതരണം നടത്തി. പിന്നെ രണ്ടാമത് വന്ന പ്രോജക്റ്റ് നമുക്ക് തയ്യൽ മെഷീൻ്റെയാണ്. തയ്യൽ മെഷീൻ്റെ ഇപ്പം കുറ്റ്യാട്ടൂർ പഞ്ചായത്തിൽ 65 പേര് പൈസ അടച്ചിട്ടുണ്ട്. അതായത് 7,600ന്റെ 3,800 അടക്കം, 15,000-ന്റെ 7,500, അങ്ങനെ പകുതി റേറ്റിന് അവർ അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ മാസം ലാസ്റ്റ് അവർക്ക് വിതരണം നടത്തും. അപ്പം അതിനിടയ്ക്ക് നമുക്ക് വന്ന പ്രവർത്തനം എന്ന് വെച്ചാൽ സ്കൂൾ കിറ്റ് വിതരണം ചെയ്തായിരുന്നു. സ്കൂൾ കിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ അംഗത്വം നേടിയവരെ മക്കൾക്ക് അവർ 1,000 രൂപ അടച്ചിട്ട് 2,000 രൂപയുടെ സാധനങ്ങൾ അവർ നമ്മുടെ പ്രാദേശിക തലത്തിലുള്ള ഒരു പീടിക മയ്യിൽ തന്നെ പോയിട്ടുള്ള ഒരു പീടികയിൽ പോയിട്ട് അവർ 2,000 രൂപേൻ്റെ സാധനം വാങ്ങി. അവർക്ക് അതിൽ സ്കൂൾ ബാഗ്, നോട്ട് ബുക്ക്, ടിഫിൻ ബോക്സ്, കൊട, ബാഗ് എല്ലാം അതിൽ വരുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവർ അതിൽ അംഗത്വം നേടിയിട്ട് അവർ നേടിയിട്ടുണ്ട്. ഇപ്പം ഇതിൻ്റെ അടുത്ത് വരുന്ന നമുക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ജൈവവളമാണ്. ജൈവവളം എന്ന് പറഞ്ഞാൽ നേരെ 50% നമുക്ക് റേറ്റിന് കിട്ടുന്നുണ്ട്. 50% അളവോടുകൂടി കിട്ടുന്നുണ്ട്. ഇപ്പം നമുക്ക് എല്ലുപൊടിയിൽ 50 കിലോൻ്റെ 2,100 1,050 രൂപ മതി. ജൈവവളം 2,100 1,050, അങ്ങനെ എല്ലാം അതിൻ്റെ പകുതി റേറ്റിന് നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ഇതിൽ അംഗത്വം നേടിയവർക്ക് നമ്മളിപ്പോൾ അപേക്ഷ കൊടുത്തിട്ട് ഇപ്പം പൈസ അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ജൈവവളം എന്ന് വെച്ചാൽ ഇപ്പം നമുക്കെന്ന് വെച്ചാൽ ഇപ്പം ഇപ്പോഴത്തെ പൈസ നമ്മൾ അടച്ചു. ഇനി അടുത്തത് ഇപ്പം ഓരോ ആഴ്ചയും അതിൻ്റെ പിന്നെ ആർക്കും ആവശ്യം എന്ന് വെച്ചാൽ അവർ പിന്നെ പൈസ അടച്ചാൽ അതിൻ്റെ വളം ലഭ്യമാക്കുന്നതാണ്. ഇല്ലാന്ന് ഇതിൻ്റെ ഇരിക്കൂർ ഓഫീസ് വരുന്നത്. അപ്പൊ ഇതിൽ അംഗത്വം നേടുന്നവർക്ക് ഇതിൻ്റെതായ ഗുണം കിട്ടുന്നുള്ളത് ഇത് ഇപ്പൊ എല്ലാവർക്കും ഇതിന്റെ എന്താ പറയണ്ടേ ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നതൊന്നും മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു
പിന്നെ ഗ്രാമസഭയിലെല്ലാം വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാൻ പറ്റുന്നില്ലെങ്കിൽ പറഞ്ഞാൽ ജലജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് കിട്ടാത്തവർക്ക് കുറെ ആളുടെ കൂടുതൽ ഉണ്ടാവില്ലല്ലോ. പൈപ്പ് കിട്ടാത്തവരില്ല, എത്ര ആളുണ്ടെന്ന് കൈവയ്ക്കുക? കുറെ ആളുണ്ടാവും. അവർക്കെല്ലാം പാസ്സായിട്ടുണ്ട്. പൈപ്പ് മാത്രം മതി. എനിക്ക് വെള്ളം വേണം. വെള്ളം എവിടുന്ന് കിട്ടും? വെള്ളം എവിടുന്ന് കിട്ടും? നമുക്കറിയാം. ഇപ്പൊ എന്താ കുറച്ച് കൊല്ലമായിട്ടുള്ള പ്രത്യേകത എന്താ? വേനൽക്കാലം വന്നാല് വരൾച്ച അല്ലേ? നമ്മളെ ഇവിടെ കുറ്റോട്ടര പഞ്ചായത്തില് നമ്മൾ വെള്ളത്തെ പറ്റി ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ജല ബഡ്ജറ്റ് എന്ന് പറയും. നമ്മുടെ കഴിഞ്ഞ വർഷം പഠനം നടത്തിയപ്പോൾ നമ്മുടെ കുറ്റോട്ടര പഞ്ചായത്തില് ഡിസംബർ മാസം മുതൽ നമുക്ക് വെള്ളം ഒരുപാട് അധികം. നമ്മുടെ പഞ്ചായത്ത് മിച്ച ബഡ്ജറ്റുള്ള പഞ്ചായത്താണ്. പക്ഷെ 37 ലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം നമുക്ക് അധികമുള്ള പഞ്ചായത്താണ്. നമ്മളെല്ലാം ആവശ്യം കഴിച്ചാൽ 37 ലക്ഷം ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഇതിനേക്കാൾ ഉയരത്തിൽ കുറ്റാട്ടർ മുങ്ങേണ്ട വെള്ളം നമുക്ക് ബാക്കിയുണ്ട് ഈ കെട്ടിടത്തിനേക്കാൾ ഉയരത്തിൽ. പക്ഷെ എന്താ സംഭവിക്കുന്നത്? ഡിസംബർ മാസം മുതൽ ജലക്ഷാമം തുടങ്ങുക. ഡിസംബർ തുടങ്ങി എത്ര മാസമുണ്ട്? ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ഒരു 6 മാസത്തോളം അധികം. അതേസമയം മഴക്കാലം വന്നാലോ? നമുക്ക് 2018, 2019 നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ട വെള്ളപ്പൊക്കം അല്ലേ? അതിനി കൂടുകയോ കുറയോ? കൂടാനേ സാധ്യതയുള്ളൂ. വെള്ളപ്പൊക്കം വരുമ്പോൾ വെള്ളം കുടിച്ച് മരിക്കുക, വേനൽക്കാലം വന്നാൽ വെള്ളം കിട്ടാതെ മരിക്കുക. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു. എന്താ ഉറപ്പിച്ചേ? മരണം ഉറപ്പിച്ചു. ഇത് ഇതിലും മാത്രമല്ല. നിങ്ങൾക്ക് സൂക്കേട് നോക്കിക്കോ, രോഗങ്ങൾ നോക്കിക്കോ. പണ്ട് എന്റെയൊക്കെ കുട്ടിക്കാലത്ത്, നിങ്ങളൊക്കെ പല കുട്ടിക്കാലത്തും അല്ലേ രാഘവട്ട ഉറക്കം വരുന്നുണ്ടാ? കേൾക്കുന്നുണ്ട്. നമ്മള് ക്യാൻസർ വന്നവര് കുറ്റവാട്ടിന് രാഘവട്ടിൽ വരുമ്പോൾ എത്ര ആളുണ്ടാവും? 2-3 ആളുണ്ടാവും. ഇപ്പൊ ഒരു വാർഡിൽ എത്ര ആളുണ്ടാവും? 50%. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ ശരീരത്തിൽ ഈ രോഗങ്ങളുണ്ട്. ക്യാൻസർ സാധനം ഉണ്ട്. പക്ഷെ അത് പുറത്തേക്ക് വരുമ്പോഴേ നമുക്ക് രോഗാവുന്നുള്ളൂ. പുറത്ത് വരാതിരുന്നാൽ അത് രോഗാവുന്നില്ല. ഇതിലൊരു കാരണങ്ങൾ, ഇതിനൊക്കെ കാരണങ്ങളുണ്ട് അല്ലേ? ഇതേപോലെ ഈ ലോകമായിട്ട് നിലനിൽക്കണോ? പണ്ടത്തെ പോലെ നല്ല ലോകമായിട്ട് നിൽക്കണോ? അല്ല നമ്മളോടുകൂടെ ഈ ലോകം അവസാനിക്കണോ? ഏതായാലും നമ്മൾ ജീവിച്ചൊക്കെ തീരും. ബാക്കിയുള്ളവരോ? പിന്നെയും വരുന്നവർക്ക് വേണ്ടേ? നമുക്കറിയുന്ന പ്രപഞ്ചത്തിൽ ഇതുപോലുള്ള ജീവികളുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അതേതാ? ഭൂമിയാണ്. ഈ ഭൂമിയുടെ കാലാവസ്ഥയിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം എന്നാ പറയുന്നത്. ഈ കാലാവസ്ഥാ വ്യതിയാനം വന്നപ്പോൾ നമുക്കറിയാം, ഇപ്പൊ എല്ലാ പച്ചക്കറികൾക്കും വില അധികം ഇല്ലേ? തക്കാളിക്കെല്ലാം 100. എന്തുകൊണ്ടാണ് വരുന്നത്? മഴ പെയ്യുമ്പം നല്ലോണം മഴ പെയ്ത് 1 ദിവസം 2 ദിവസം കൊണ്ട് കൃത്യമായിട്ട് ആവശ്യത്തോളം മഴ പെയ്യുന്നുണ്ടോ? ഇല്ല. പെയ്യുമ്പോഴെന്ത് ചെയ്യുന്നു? ഒറ്റ മഴയാ. വേനൽ വന്നാലോ ഒറ്റ വെയില. ഇങ്ങനെ കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായിക്കൊണ്ട് ഈ ലോകം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ സ്ഥിതി പോയി കഴിഞ്ഞാല് ഒരു 1000 കൊല്ലത്തിനിപ്പുറം ഭൂമിയിൽ എല്ലാ മനുഷ്യനും ചാവുന്ന പറയുന്നത്. ഒരു 1000 കൊല്ലം വരെ എത്തൂല ഇങ്ങനെ പോയാൽ. ഇതിലൊരു മാറ്റം വരുത്തണമെന്ന് ഐക്യരാഷ്ട്രസഭ തീരുമാനിക്കുകയും കൂടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ. അങ്ങനെ വാക്ക് കേട്ടിട്ടുണ്ടോ? ഹരിതഗൃഹവാതകങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഹരിതഗൃഹവാതകങ്ങളുടെ വർധനവ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. പിന്നെ മീഥേൻ ഉണ്ട്, ഓസോൺ ഉണ്ട്, അതുപോലെ തന്നെ സൾഫർ ഡൈ ഓക്സൈഡ് ഉണ്ട്, തുടങ്ങിയ ഒരുപാട് വാതകങ്ങളുണ്ട്. ഏറ്റവും കൂടുതലാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്തെല്ലാം? എപ്പോഴൊക്കെ ഉണ്ടാവുക? നമ്മൾ പല സാധനങ്ങളും കത്തിക്കുമ്പോൾ ഇല്ലേ? കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്, വാഹനം ഓടുമ്പോൾ ഉണ്ടാകുന്നുണ്ട്, വ്യവസായശാല പോതയ്ക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്, കറണ്ട് ഉണ്ടാക്കുമ്പോൾ. നമ്മളിപ്പം ചൂട് കൂടുമ്പോൾ വീട്ടിലെല്ലാം AC ഇല്ല ഇതെല്ലാം വാങ്ങി വെക്കുമല്ലോ. അപ്പൊ അതിന്റെ കറണ്ട് ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. അതിനകത്ത് നിന്നല്ലേ 26% ഊർജ്ജ മേഖലയിൽ നിന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ ആകെയുള്ള കാർബൺ ഡൈ ഓക്സൈഡിന്റെ 26% ഊർജ്ജ മേഖലയിലാണ്.
ആകെ 3% കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ലോകത്തുള്ളത്. പക്ഷെ അത് തന്നെ കുറേശ്ശെ കൂടുമ്പോൾ തന്നെ ചൂടിന്റെ അളവ് കൂടി വരും. ഇനി 1 ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടുവാണെങ്കിൽ, ശരാശരിയിൽ കൂടുവാണെങ്കിൽ ലോകത്തിലെ പല പട്ടണങ്ങളും കടലിനടിയിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം കൂടും, നമ്മൾ മുങ്ങിപ്പോകും. കടൽ വെള്ളം കൂടി നമുക്ക് കുടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഈ രീതിയിൽ ഇതിനെതിരെ ഇന്ത്യ ഗവൺമെന്റ്, ലോകരാജ്യത്തെ മുഴുവൻ രാജ്യങ്ങളും കേരള ഗവൺമെന്റും ഒക്കെ ഒരു പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ചുരുക്കപ്പേരാണ് കാർബൺ ന്യൂട്രൽ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഹരിതഗൃഹവാതകങ്ങളുടെ എണ്ണം കുറവ്, കാർബൺ നെറ്റ് സീറോ കാർബൺ എന്നാ പറയാ. സീറോ എന്ന് പറയുമ്പോൾ കാർബണിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പൂജ്യാക്കലല്ല. നമുക്കൊരിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് ഒന്നും എന്താക്കാൻ പറ്റില്ല, സീറോയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്രയാണോ കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമിയിൽ ഉണ്ടാവുന്നതിന് പല കാലങ്ങളുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വേസ്റ്റുകൾ പുറത്ത് ചാടിയാൽ അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും മറ്റു ചില വാതകങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡിന് എത്രയാണോ ഉണ്ടാവുന്നത് അതേ രീതിയിൽ ഇതിനെ വലിച്ചെടുക്കണം. ആരാ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കുന്നത്? സസ്യങ്ങൾ ഇല്ലേ? ഇപ്പൊ സസ്യങ്ങളുടെ അളവ് എന്ത് ചെയ്യണം, കൂട്ടണം. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണെന്നറിയാം. കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും സൾഫർ ഡൈ ഓക്സൈഡും ഡയോക്സിൻ ഉൾപ്പെടെ എല്ലാം ശരീരത്തിലേക്ക് വലിക്കും. ഓക്സിജൻ മാത്രം ശരീരത്തിൽ രക്തം സ്വീകരിക്കും, ബാക്കിയുള്ളത് എന്ത് ചെയ്യും, പുറത്തേക്ക് വിടും. ഈ പുറത്തേക്ക് വിടുന്ന ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മളും പുറത്തേക്ക് വിടുന്നുണ്ട്, എല്ലാ ജീവജാലങ്ങളും വിടുന്നുണ്ട്. ഇതൊക്കെ ആര് വലിച്ചെടുക്കും? സസ്യങ്ങൾ വലിച്ചെടുക്കും, എല്ലാ ചെടികളും വലിച്ചെടുക്കും. അവരത് വെച്ചിട്ടാണ് നമുക്ക് ഉണ്ടാകുന്ന ഊർജ്ജം ഉണ്ടാക്കുന്നത്, കാർബൺ ഡൈ ഓക്സൈഡ് വെച്ചിട്ടാണ്. ഇപ്പൊ നമ്മൾ ഈ നെറ്റ് സീറോ കാർബണിന്റെ ഭാഗമായി ചെയ്യുന്നതെന്ന് വെച്ചാൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുന്നുണ്ടോ അത്ര കാർബൺ ഡൈ ഓക്സൈഡിനെ വലിച്ചെടുക്കാനുള്ള സംവിധാനം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ ഓരോ രാജ്യവും ഓരോ പ്രദേശവും അതിന് തുല്യമായിട്ട് കാർബൺ എമിഷനും അതിന്റെ സാംശീകരണവും രണ്ട് തുല്യമാക്കി മാറ്റുന്ന പ്രവർത്തനം ഇപ്പോഴേ ആരംഭിച്ചാലേ ഒരു 2050 ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് തുല്യതയിലേക്ക് എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഓരോ വർഷം ചൂട് കൂടും. വേനൽക്കാലം ഇപ്പം AC വാങ്ങുന്നതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. ഹലോ ഗൈസ്, ഗ്രാമസഭ തീർന്നിട്ടില്ല. എല്ലായിടത്തും പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വൈദ്യുതി ഉണ്ടാക്കണമെങ്കിൽ കുറെ സാധനങ്ങൾ കത്തിക്കണം. കത്തിക്കാനുള്ള സാധനങ്ങൾ കുറഞ്ഞു വരുന്നു. ഇത് കത്തിക്കാൻ വേണ്ടി